എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മിഠായിയുടെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും മാംഗോ മിഠായി. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ സിമ്പിളായിട്ടുള്ള മാംഗോ മിഠായി വെറും 2 ചേരുവ കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കാൻ പോണത്. ഇവിടെ നമുക്ക് ആദ്യം വേണ്ടത് പച്ച മാങ്ങയാണ്. അപ്പം മാങ്ങ നമ്മൾ തൊലി കളയാതെ വേണമെങ്കിൽ തൊലി കളയാം. നിങ്ങൾക്ക് കട്ടിയുള്ള തൊലിയൊക്കെ ആണെങ്കിൽ കളയാം കേട്ടോ. എന്നിട്ട് നമ്മൾ തൊലി കളഞ്ഞിട്ട് ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ ഒരു ഇൻഗ്രീഡിയൻസും നമ്മൾ ചേർക്കണില്ല കേട്ടോ. ആകെ ഈ പഞ്ചസാരയും ഈ മാങ്ങ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. അതാണ് ഈ മിഠായിയുടെ പ്രത്യേകത. ഇനിയിപ്പോൾ മാങ്ങ പഴുത്ത് തുടങ്ങിയാലും പ്രശ്നമൊന്നുമില്ല. ഒരു ഇളം പച്ചയും അതുപോലെ തന്നെ കൂടുതൽ പഴുത്തിട്ടില്ല അങ്ങനത്തെ ഒരു കണ്ടീഷനിലാവുമ്പോൾ വേറൊരു പുളിമധുര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആയാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മളിവിടെ മാങ്ങ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളിത് ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് ഈ മാങ്ങ ഒന്ന് അരഞ്ഞ് കിട്ടുന്ന പാകത്തിന് നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഇത് നന്നായി അരച്ചെടുക്കണം. അങ്ങനെ നമ്മളുടെ മാങ്ങ നല്ല അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിൽ അരയാത്ത കുറച്ച് പോർഷൻസ് ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളിതൊരു അരിപ്പയിൽ കൂടെ വേണം കേട്ടോ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. ദെൻ അതിലുള്ള കട്ടകളൊക്കെ കളയുക. അതിൻ്റെ ആ ഒരു ലിക്വിഡ് പോലെയുള്ള ഭാഗം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതിൻ്റെ ഒരു ജ്യൂസ് പൾപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഈ ഇതിൻ്റെ തൊലിയും അതൊക്കെ അരഞ്ഞിട്ടുള്ള ഈ ഒരു കട്ട പോലത്തെ സംഭവം നമുക്ക് വേണ്ട, അത് നമുക്ക് കളയാം. അപ്പോൾ ഈ ജ്യൂസാണ് നമ്മൾ ഈ ഷുഗർ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത്. കണ്ടില്ല, നമ്മൾ പച്ചമാങ്ങ യൂസ് ചെയ്ത കാരണമാണ് ഇതിന് നല്ലൊരു പച്ച കളർ കിട്ടിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ പഴുത്ത മാങ്ങയാണെങ്കിൽ വേറൊരു കളറായിരിക്കും കിട്ടുന്നത്. അടുത്തതായിട്ട് നമ്മളൊരു പാത്രം എടുക്കുക. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ പഞ്ചസാര ഒന്ന് നന്നായി മെൽറ്റ് ആവണം കേട്ടോ. എന്നിട്ട് അതിലേക്കാണ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ മിക്സ്ചർ ചേർത്ത് കൊടുക്കാൻ പോണത്. അപ്പം അതിലേക്ക് നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല അതൊന്ന് മെൽറ്റ് ആവണ വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെ ഇതിൻ്റെ കളറും ചേഞ്ച് ആവണം. അപ്പോഴാണ് നമ്മൾ നല്ല കാരമലൈസ് ചെയ്യുന്നത് മനസ്സിലാവുക. പിന്നെ അതിലേക്കാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മാംഗോൻ്റെ ആ ഒരു ജ്യൂസ് പോലെ അടിച്ചു വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിങ്ങനെ ഈ ചേരുവകൾ മാത്രം യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അതിൽ വേണമെങ്കിൽ ഇനിയും എരിവുള്ള ടേസ്റ്റ് വരുന്നതിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർക്കാം, അതുപോലെ ഇഞ്ചി ചേർക്കാം. അപ്പോൾ ഒക്കെ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നല്ല മധുരമുള്ള മാങ്ങ ചേർത്തിട്ടുണ്ടെങ്കിലും വേറെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് കാട്ടുന്നുണ്ട് വേറൊരു രീതിയിലും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ അതൊന്ന് കണ്ടു നോക്കണം. അങ്ങനെ നമ്മളുടെ പഞ്ചസാര നല്ല കാരമലൈസായി അതിങ്ങനെ ബബിൾസ് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. അതിൻ്റെ കളറും ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഫ്ലെയിം കൂട്ടി വെക്കാനും പാടില്ല. ഇത് നല്ല കുറച്ച് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ നല്ല മെൽട്ടായിട്ടുള്ള പഞ്ചസാരയിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ജ്യൂസ് ചേർത്ത് കൊടുക്കുക. പച്ചമാങ്ങ നമ്മൾ വെള്ളം ചേർത്ത് അരച്ച് വെച്ചതാണ്. അപ്പോൾ ഇനി ഇത് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് നേരത്തെ പഞ്ചസാര കാരമലൈസായ അതേപോലെ തന്നെ ഇത് നല്ല തിക്കായിട്ട് വരണം കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന ടൈമിൽ ലോ ഫ്ലെയിമിൽ വേണം വെച്ചിരിക്കാൻ. പിന്നെ ഒഴിച്ച് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അത് വേഗം കട്ട പിടിക്കും. ഇനി ഇത് മിഠായിയുടെ കൺസിസ്റ്റൻസി ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് അതിലേക്കൊന്ന് ഇറ്റിച്ച് നോക്കുക. അപ്പോൾ അതിങ്ങനെ ഒട്ടുന്ന രീതിയിലായിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളുടെ മിഠായി ഇവിടെ തയ്യാറായിട്ടുണ്ടെന്നാണ്. അപ്പോൾ കുറച്ച് ടൈമും കൂടിയും നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് കുറച്ച് കട്ടിയാവുക. അപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ല, ബബിൾസ് മാറിയിട്ട് അതിൻ്റെ കളർ തന്നെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ വേറൊരു ഐസ് ക്യൂബിലേക്കോ അല്ലെങ്കിൽ ഏതാ ഷേപ്പുള്ള ഏതെങ്കിലും പാത്രങ്ങൾ എടുത്തിട്ട് ക്യാൻഡിയുടെ പാത്രങ്ങളുണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഹാർട്ട് ഷേപ്പിലുള്ളൊരു സിലിക്കണ്ട മൗൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഐസ് ക്യൂബിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതിയാവും. അപ്പോൾ ഞാൻ ഐസ് ക്യൂബിൻ്റെ ട്രേയിൽ ഒഴിക്കുന്നുണ്ട്, ഇതിലും ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മാത്രമുള്ള ക്യാൻഡീസ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു മാങ്ങ അതുപോലെ ഒരു കപ്പ് പഞ്ചസാര ചേർത്തിട്ട്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് ചൂട് കൊടുക്കണ തന്നെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടായി പോവുള്ളൂ. അങ്ങനെ നമ്മളുടെ കംപ്ലീറ്റ് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്യാം 1 hour.
അപ്പോൾ ഞാൻ ഈ ക്യാൻഡീസ് ഉണ്ടാക്കുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് മധുരമുള്ളത് ഉണ്ടാക്കാം, കുറച്ച് എരിവുള്ളത് ഉണ്ടാക്കാം, വേണമെങ്കിൽ ചെറുതായിട്ട് ഉപ്പും മധുരം മിക്സ് ആയിട്ടുള്ളത് ഉണ്ടാക്കാം എന്നൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വേറൊരു ടൈപ്പ് സ്വീറ്റാണ്. അപ്പോൾ അതിൽ ഞാൻ എന്തൊക്കെയാണ് ചേർത്തുള്ളതെന്ന് വെച്ചാൽ പച്ചമാങ്ങ, അതുപോലെ പച്ചമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി ചേർത്ത് അരച്ചിട്ടുള്ളതാണ് ഈ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സെയിം സ്റ്റെപ്പ് തന്നെ ആദ്യം നമ്മൾ പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കുന്നു, then അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സ്ചർ ഒഴിക്കുന്നു. അപ്പോൾ അതിലുള്ള കണ്ടൻസ് മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒരു സ്വീറ്റ് ആൻഡ് സ്പൈസി ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ അതിന് കളറ് ഇങ്ങനെ യെല്ലോ ആകാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫുഡ് കളർ അവൈലബിൾ ആണെങ്കിൽ ഫുഡ് കളർ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ക്യാൻഡീസും നമുക്ക് ഇതേപോലെ തന്നെ നല്ല കട്ട് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 2 കളറിൽ സ്വീറ്റ്സ്. അപ്പോൾ ലൈറ്റ് കളർ എന്ന് പറയുന്നത് നല്ല സ്വീറ്റ് ആയിട്ടുള്ളതാണ്, മറ്റേതെന്ന് പറയുന്നത് കുറച്ച് എരിവും അതുപോലെ ഉപ്പും മഞ്ഞളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെ നമ്മളുടെ സ്വീറ്റ് ആയിട്ടുള്ള മാംഗോ മിഠായി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. താങ്ക് യു.